Hey guys, this is me Appuz and you're watching Aparna Krishna official YouTube channel. So welcome back to my channel. ഇന്നത്തെ വീഡിയോ നമ്മൾ പളനി പോവാണ്. ആക്ച്വലി ഇന്നല്ല നാളെയാണ് പോകുന്നത്. അപ്പം ഇൻട്രോ ഞാൻ തലേ ദിവസം എടുത്ത് വയ്ക്കുകയാണ്. കാരണം രാവിലെ നമ്മൾ പുലർച്ചെ ഇറങ്ങും. ഒരു 4 മണി 4:30 ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് ഒരു പ്ലാൻ. എനിക്കിതിനനുസരിച്ച് 3 മണിക്ക് എനിക്ക് 4 മണി 4:30 ആകുമ്പോഴേക്ക് ഇറങ്ങണം എന്നൊക്കെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള നാളെ അറിയാം. അപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കൽ എന്തായാലും ആ നേരത്തെ നടക്കില്ല. ആ ഉറക്കത്തിൽ എങ്ങനെയൊക്കെ എൻ്റെ ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറി പോകാന്നല്ലാണ്ട് ഇൻട്രോ എടുക്കാനൊരു ബോധം പോലും ആ സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇപ്പോൾ എടുത്ത് വയ്ക്കാമെന്ന്. അപ്പോൾ നമുക്ക് പളനി വ്ളോഗ് കാണാം. ഇതാണ് കാറ്റാടി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 5 മണിയോട് കൂടിയിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഒരു 6:30 7 മണിയൊക്കെ ആയപ്പോൾ പൊള്ളാച്ചി എത്തിയപ്പോഴാണ് ഒന്ന് വണ്ടി സൈഡാക്കിയത്. നല്ല വെയിലായിരുന്നു, ബട്ട് അതുപോലെ നല്ല ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ പളനി പോയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 12-നാണ്. എന്നിട്ട് ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് പൊടി തട്ടി എഡിറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും ഓർമ്മക്കുറവുകളൊക്കെ ഈ വീഡിയോയിൽ കാണാം. വീട്ടിൽ നിന്ന് രാവിലെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊന്നും കയ്യിൽ പിടിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ പാക്ക് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും കട്ടൻ കാപ്പി, പഴം, ഉണ്ണിയപ്പം അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഒരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പൊള്ളാച്ചിയിൽ നിന്ന് പളനിയിലേക്ക് ഏകദേശം ഒരു 1 hour ഡിസ്റ്റൻസ്, 1 hourനടുത്ത് അത്രയൊക്കെ ഉള്ളൂ. തമിഴ്നാട്ടിൽ വന്നാൽ തമിഴ്നാട് பார்த்து கொண்டே ஒன்றாக செய்திட 100 நாடகம் ஒத்திகைகள் செய்து எதிர்பார்த்திருந்தேன். எதிர்பாராமலே எதிர்பாராமலே அவள் പിന്നിருந்து வந்து ഉള്ളിലേക്ക് ഇരിക്കാൻ പറ്റുമെന്ന് നമ്മളങ്ങനെ തൊഴുതിറങ്ങി അല്ലേ? എന്തൊരു വേദ ചെരുപ്പ് കൊണ്ടുകൊടുക്കാം. തൊഴുതിറങ്ങി. ഇപ്പോൾ ഇവിടെ ഫോണൊന്നും അല്ല, ഇവിടെ അല്ല. ഞങ്ങൾ എത്ര കൊല്ലം മുന്നേ, 10 കൊല്ലോ 12 കൊല്ലം മുന്നേ പോയ സമയത്ത് ഫോണിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇപ്പോൾ ഫോൺ താഴ്ത്ത് ഇവിടെ ലോക്കറിൽ വെച്ചിട്ടാണ് നമുക്ക് നേരെ കയറാൻ പറ്റുള്ളൂ. കാലൊരു അടി നിലത്ത് കുത്താൻ പറ്റില്ല, അത്രയ്ക്ക് പൊള്ളുന്ന വെയിലാണ്. എനിക്കൊരു കാര്യം മനസ്സിലാവും, ഈ തമിഴ്നാട്ടുകാർക്ക് എങ്ങനെയാണ് ചെരുപ്പിലാണ് നടക്കാൻ പറ്റുന്നത്? നേരത്തെ ഷോ ഇറക്കിയതിൻ്റെ പണിയാണ് എനിക്ക് ഇപ്പം കിട്ടിയത്. വേറെ ക്ലിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ബണ്ണിലേക്ക് തന്നെ മുല്ലപ്പൂ വെച്ചതിൻ്റെ പ്രശ്നം. കുറേ മുടി പൊട്ടിപ്പോയി. ഇതിൻ്റെയൊക്കെ ക്ഷീണം തീർക്കാൻ തലപ്പാക്കട്ടി തന്നെ ബെസ്റ്റ്. പക്ഷെ നല്ല എരിവായിരുന്നു. സെഷൻ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒന്ന് ശാന്തമായിട്ടുണ്ട്. ഇത് അറ്റ്ലീസ്റ്റ് ആ വീടെത്തുന്നവരെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. ബൈ ദ ബൈ, ഞങ്ങൾക്കൊരു രുദ്രാക്ഷം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു മെഡിറ്റേഷൻ സെഷനൊക്കെ അറ്റൻഡ് ചെയ്തല്ലോ, അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഫോം ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്ത ഞങ്ങളെല്ലാവരും അത് ഫില്ല് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു സെഷൻ ശരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് മറ്റേ എന്തായിരുന്നു, ഇത് മഷ്റൂം പഫാണ്. പളനിന്ന് ഒരു 2 മണിക്കൂറോളം ട്രാവൽ ഉണ്ട് നമുക്ക് ഇഷ എത്താൻ. ശരിക്കും പറഞ്ഞാൽ കാറിലിരുന്ന് വയ്യാതെയായി. ഇവിടുത്തെ ചായ എന്തായാലും അടിപൊളിയാണ്. ഇനി അടിപൊളി ആയതാണോ ഇത്രയും നേരം കാറിലിരുന്ന് വയ്യാതെയായി പോയൊരു ചായ കുടിച്ചപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റാണോ എന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് പരിപാടി. സ്റ്റാച്ചുവിൻ്റെ ബാക്കിലൊരു ടെമ്പിളില്ലേ, നമുക്ക് അതിൽ മാത്രം പോകാൻ പറ്റിയില്ല. കുറച്ചധികം നേരം നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കടകളിൽ കയറി ഇറങ്ങി നേരം കളഞ്ഞു. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് 7 മണിക്കുള്ള ലൈറ്റ് ഷോയ്ക്കാണ്. ലൈറ്റ് ഷോനെ കുറിച്ച് കുറേ വീഡിയോ കണ്ടിട്ടാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് അതൊരിക്കലും മിസ്സാക്കാൻ പറ്റില്ല. Adiyogi Divya is a profound depiction of Adiyogi's unparalleled contribution to humanity, the science of yoga. You can witness this wondrous and powerful video imaging show every day at 7 p.m. For a better experience, please remain seated in the seating area throughout the show. இந்த 3D காட்சியின் சிறந்த அனுபவத்தை பெறுவதற்கு புல்தரையில் அமர்வதை தவிர்க்கவும். சில நிமிடங்களே நடக்கும் இந்த நிகழ்வினை அனைவரும் அமர்ந்து ரசிக்குமாறு கேட்டுக்கொள்கிறோம். நிகழ்ச்சியின் போது உங்கள் செல்போன் டார்ச் லைட்டுகளை உபயோகிப்பதை தவிர்க்கவும். நிகழ்ச்சியின் முடிவில் யோகேஸ்வரலிங்கத்திற்கு People saw that he was experiencing dimensions that no one had ever known. Shiva Shiva Sarveshwaraya Shambho Shambho Mahadevaya. ആരെങ്കിലും ഇഷ്യയിൽ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യങ്ങളിൽ ഒന്ന് പോയി നോക്കണം, അത്ര അടിപൊളി ഫീലാണ്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.